ഇപ്പോൾ അമൃത്സറിൽ നിന്ന് വിനീത വി ജി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ആ മേഖലയിലെ സാഹചര്യം എന്താണ്? ഈ 2-3 സ്ഥലങ്ങളിൽ ഇന്ന് ഏതാണ്ട് 4:30 കഴിഞ്ഞ് രാവിലെ പുലർച്ചെ 4:30ക്കും 5:30ക്കും ഇടയിൽ വീണ്ടും ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുകയും അവയെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്തു നമ്മളുടെ സംവിധാനങ്ങൾ. അതിനുശേഷം എന്താണ് അമൃത്സർ അതുപോലെ അത്തരം അതിർത്തി മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ? ഈ അമൃത്സറിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി നിരവധി തവണ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നീക്കമുണ്ടായതാണ് എന്ന വിവരം കൂടിയുണ്ട്. അവിടെ നിന്ന് വിനീതയ്ക്ക് എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും ഈ ഘട്ടത്തിൽ? തീർച്ചയായും വിജയകുമാർ, പഞ്ചാബിലെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 6 ഇടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് 3 ദിവസത്തേക്ക് അവധി നൽകിയിരിക്കുന്നു. സ്കൂളുകളൊക്കെ തന്നെ പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ് ഇവിടെയുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലും അമൃത്സറിൽ സമാന രീതിയിൽ ഷെല്ലാക്രമണത്തിനുള്ളൊരു സാധ്യത പാകിസ്ഥാൻ നടത്തിയിരുന്നു. പക്ഷേ അതിനെ ശക്തമായി തന്നെ സൈന്യം തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നാലെ ഇന്ന് രാവിലെയും ഈ അമൃത്സർ കേന്ദ്രീകരിച്ചൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നിട്ടുണ്ട്. അതിനെയും ശക്തമായി തന്നെ നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൊഹുവ എന്ന് പറയുന്ന മേഖലയിലാണ് പഞ്ചാബിലെ. ഇവിടെ നിന്ന് ഹോഷിയാപൂരിലേക്ക് ഉള്ള ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമുക്ക് ഹോഷിയാപൂരിലേക്ക് എത്താൻ. ഇപ്പോൾ നമുക്കൊരു വിവരം ലഭിച്ചിരിക്കുന്നത് ഈ ഹോഷിയാപൂരിൽ ഈ ഒരു മിസൈലിന്റെ കഷ്ണം അവിടുത്തെ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇന്നലെ ഈ ഹോഷിയാപൂർ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സൈന്യം ശ്രമം തകർത്തതിനെ തുടർന്ന് അവിടെ ലഭിച്ച ആ മിസൈലിന്റെ കഷ്ണങ്ങളാകാം എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ഹോഷിയാപൂരിൽ ഇപ്പോൾ പോലീസ് അടക്കമുള്ളവർ എത്തി അത് അവിടെ സ്ഥിതിഗതികൾ പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെ പത്താൻകോട്ടിലും സമാന രീതിയിൽ, പത്താൻകോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ സംയുക്ത സൈനിക മേഖലയാണത്. അവിടെ നിരവധി സൈനിക ആസ്ഥാനങ്ങളടക്കമുള്ള മേഖലയാണ്. ഈ സൈനിക ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ഇന്നലെ സമാന രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ശക്തമായിട്ടുള്ള തിരിച്ചടി സൈന്യം പാകിസ്ഥാന് നൽകിയിരുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ ചണ്ഡീഗഡിൽ പോയിരുന്നു. ചണ്ഡീഗഡിൽ വലിയ ആശങ്കയില്ല. രാവിലെ മുതൽ ജനജീവിതം സാധാരണ രീതിയിലാണെങ്കിൽ പോലും ഇന്നലെ രാത്രി അവിടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച സൈറൻ മുഴങ്ങിയത് ആളുകൾക്ക് ഒരു ചെറിയ ആശങ്കയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് അവർ വീടുകളിൽ തന്നെ തുടരണമെന്നൊക്കെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സാധാരണ നിലയിലേക്ക് മാറുമ്പോഴും ഇന്ന് രാവിലെ വീണ്ടും ഈ ചണ്ഡീഗഡിലെ ഈ എയർപോർട്ട് ഉള്ള മേഖലകളിൽ, വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള മേഖലകളിലൊക്കെ രാവിലെ വീണ്ടും സൈറൻ മുഴങ്ങി. അത് ആളുകളെ ഒരല്പം പരിഭ്രാന്തിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണ സാധ്യതയാണോ അതെന്നൊരു തോന്നൽ ആളുകൾക്കുണ്ട്. ഏതാണെങ്കിലും ആളുകൾ സുരക്ഷിതമായി ഇരിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ ചണ്ഡീഗഡിലുള്ള ആളുകൾ അവർ വീടുകളിൽ സുരക്ഷിതമായി ഇരിക്കണം, അനാവശ്യ സാഹചര്യങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ ഒരു നിർദ്ദേശം ഈ അലാം നൽകിയതിന് പിന്നാലെ നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുരുദാസ്പൂർ, അമൃത്സർ, പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10 മന്ത്രിമാരെ ഈ ജില്ലകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നതിനുമായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വലിയൊരു ആശങ്കയിലേക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും നിലവിൽ ജനജീവിതം സാധാരണ രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അവരുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ എങ്ങനെ സമാധാനത്തോടെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം പെട്ടെന്നൊരു ഭാഗത്ത് അലാം മുഴങ്ങുന്നു. ഇന്നലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ അമൃത്സറിലും പത്താൻകോട്ടിലേക്കും അടക്കം സമാന രീതിയിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അത് ഷെല്ലാക്രമണങ്ങൾ അടക്കം ഉണ്ടാകുന്നു. അതിൽ വലിയൊരു ആശങ്ക സാധാരണക്കാർക്കുമുണ്ട്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഏതാണെങ്കിലും 6 ജില്ലകൾ ഈ അതിർത്തി പങ്കിടുന്ന പഞ്ചാബും.